ഹലോ ഗൈസ്, നമുക്കിന്ന് നാടൻ തേങ്ങാച്ചോറ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ അരി എടുത്തത്. ഏകദേശം 1 കിലോൻ്റെ അടുത്തുണ്ടാവും. അപ്പോൾ നമ്മളത് നന്നായിട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അരക്കപ്പ് ചെറിയ ഉള്ളിയും ഒരു അരക്കപ്പ് തേങ്ങയും, ഒരു 10 രൂപ ചെറിയ ഉള്ളി, ഒരു അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ കുറച്ച് ഉലുവ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് നിരടി മിക്സ് ആക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ റൈസ് കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കണേ. ഗ്യാസിൽ നന്നായിട്ട് 2-3 തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ അങ്ങ് ഇറക്കി വെച്ചിട്ട് ഒരു 25 മിനിറ്റ് ആകുമ്പോൾ നല്ല ചോറ് റെഡിയാവും. ഇനി ഇതാ നമ്മൾ 1 കപ്പ് അരിയല്ലേ ഇട്ട് കൊടുത്തത്. അപ്പം അതിന് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കി വെക്കുക. ഉപ്പ് കറക്റ്റ് ആണോന്ന്. ഇതിൽ കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളക്കട്ടെ. ഒരു 2 തിള തിളക്കുമ്പോൾ നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മളത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് റൈസ് കുക്കറിലേക്ക് വെക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. ഇത് നമ്മുടെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അടച്ചു വെച്ച് കൊടുക്കാം. 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ചോറ് എന്തായി നോക്കി വെക്കാം. കണ്ടോ, വെള്ളമൊക്കെ വറ്റി നല്ല തേങ്ങാച്ചോറായിട്ടുണ്ട്. നല്ല മഴയുള്ള നല്ല ചോറായി വന്നിട്ടുണ്ട്.